രാജക്കാട് ഗ്രാമപഞ്ചായത്ത് ഇത്തവണ UDF തിരിച്ചുപിടിക്കാൻ കാരണം UDFിന്റെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇത്തവണ നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും 8ാം വാർഡ് നിയുക്ത മെമ്പറുമായ ജോഷി കന്യാകുഴി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസ് MPക്ക് രാജക്കാട്ടിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. ഇതിനുശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അതുകൊണ്ടാണ് പഞ്ചായത്ത് രൂപീകരിച്ചതിനു ശേഷം ഇതുവരെ UDFിന് ലഭിക്കാതിരുന്ന 8ാം വാർഡ് ഇത്തവണ തിരിച്ചുപിടിക്കാനായതെന്നും ജോഷി കന്യാകുഴി പ്രതികരിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജക്കാടിലെ കോൺഗ്രസ് പാർട്ടിക്കാരും മണ്ഡലം കമ്മിറ്റിയും സജീവമായി രാജക്കാട് പഞ്ചായത്ത് പിടിക്കണമെന്ന ആഗ്രഹത്തോടെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് രാജക്കാട് പഞ്ചായത്ത് 10 വാർഡ് കോൺഗ്രസിനും UDFിനും പിടിക്കുവാൻ കഴിഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസിന് 565 വോട്ട് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ആത്മവിശ്വാസമുണ്ടാവുകയും കോൺഗ്രസ് രാജക്കാട് മണ്ഡലം കമ്മിറ്റി വാർഡ് തലത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചതിൻ്റെയും പേരിലാണ് രാജക്കാട് പഞ്ചായത്ത് സജീവമായി കോൺഗ്രസിൻ്റെ കയ്യിലോട്ട് എത്തുകയും ഭരണം നിലനിർത്തുവാൻ കഴിഞ്ഞത്. അങ്ങനെ എണ്ണയിട്ട ചക്രം പോലെ കോൺഗ്രസ് രാജക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ വാർഡ് കമ്മിറ്റികൾ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടുമാണ് രാജക്കാട് പഞ്ചായത്തിലെ 8ാം വാർഡ് ചരിത്രത്തിൽ ഇതുവരെയും പിടിക്കാൻ കഴിയാത്ത രാജക്കാട് പഞ്ചായത്തിലെ 8ാം വാർഡ് ഈ പ്രാവശ്യം പിടിക്കുവാൻ എനിക്ക് കഴിഞ്ഞത്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹകരണം, അതിലുപരി നേതാക്കന്മാരുടെയും കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ഉൾപ്പെടെ മണ്ഡലം കമ്മിറ്റിയുടെയും സജീവമായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ നാട്ടിലെ ഈ 8ാം വാർഡ് പിടിക്കുവാൻ കഴിഞ്ഞത്.